നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഒറ്റ ദിനം കൊണ്ട് അക്കൗണ്ടിലെത്തിയത് 2267 കോടിയിലധികം രൂപ. ഉറക്കം നഷ്ടപ്പെട്ട മലയാളി, ഒടുവിൽ ആശ്വാസം. ഡ്യൂട്ടി ഫ്രീ ഇന്ത്യക്കാരന് 8.32 കോടി രൂപ സമ്മാനം. ജോലിക്ക് പോയ വീട്ടമ്മയ്ക്ക് കുവൈത്തിൽ ക്രൂരമർദ്ദനം, തൂങ്ങിമരിച്ചതായി അറിയിപ്പ്, പരാതിയുമായി കുടുംബം. ആരോഗ്യ മന്ത്രാലയം ഫീസ് ക്രെഡിറ്റ് കാർഡിൽ തവണകളായി അടയ്ക്കാം. സൗദി അറേബ്യയിൽ ഈ വർഷം വേനൽ കടുത്തേക്കും. ജൂൺ 1 ആരംഭിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഹജ്ജ് തീർത്ഥാടകർക്ക് മക്ക മദീന ഹറമൈൻ തീവണ്ടിയിൽ 16 ലക്ഷത്തിലേറെ സീറ്റുകൾ. നിക്ഷേപ തട്ടിപ്പ്, ഇന്ത്യൻ ഡോക്ടർമാർക്ക് നഷ്ടമായത് 3 കോടിയിലേറെ രൂപ. ഹജ്ജ് UAE-യിൽ നിന്നുള്ള ആദ്യ തീർത്ഥാടക സംഘമെത്തി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ഒറ്റ ദിനം കൊണ്ട് അക്കൗണ്ടിലെത്തിയത് 2267 കോടിയിലധികം രൂപ. ഉറക്കം നഷ്ടപ്പെട്ട മലയാളി, ഒടുവിൽ ആശ്വാസം. കോടികൾ അക്കൗണ്ടിലെത്തി ഉറക്കം നഷ്ടപ്പെട്ട മലയാളിക്ക് ഒടുവിൽ ആശ്വാസം. 3 ദിവസത്തിനു ശേഷം ബാങ്ക് പണം തിരിച്ചെടുത്തതോടെയാണ് സമാധാനമായത്. കോഴിക്കോട് മുഴിക്കൽ സ്വദേശിയും ദുബായ് RTA ബസ് ഡ്രൈവറുമായ മുഹമ്മദ് യാസറാണ് ഏതാനും ദിവസത്തേക്ക് കോടിപതിയായത്. പുതുക്കിയ എമിറേറ്റ്സ് ID ബാങ്കിൽ അപ്ഡേറ്റ് ചെയ്തത് ശരിയായോ എന്ന് ATM വഴി പരിശോധിക്കുകയായിരുന്നു യാസർ. ATM മെഷീനിൽ അക്കൗണ്ട് ബാലൻസ് പരിശോധിച്ചപ്പോൾ തുക കണ്ട് യാസർ അമ്പരന്നു. 15,000 ദിർഹം ഉണ്ടായിരുന്ന അക്കൗണ്ടിൽ 99,99,74,123 ദിർഹം, അതായത് 2,267.56 കോടി രൂപ. സ്വപ്നമാണോ എന്നറിയാൻ യാസിർ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എടുത്തു നോക്കി. അതിലും കോടികളുടെ ബാലൻസ്. വിവരം സുഹൃത്തുക്കളുമായി പങ്കുവച്ചെങ്കിലും ആധി കൂടി. അക്കൗണ്ട് മറ്റാരെങ്കിലും ഹാക്ക് ചെയ്തതാണോ എന്നായിരുന്നു ഭയം. ഉടൻ ബാങ്കിൽ നേരിട്ടെത്തി റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു യാസർ. സാങ്കേതിക തകരാറാണ് തുക തെറ്റായി അക്കൗണ്ടിലെത്താൻ കാരണമെന്നും ഏതാനും ദിവസത്തിനകം തിരിച്ചെടുക്കുമെന്നും അധികൃതർ പറഞ്ഞു. ഇതിനായി ചില പേപ്പറുകളിൽ സമ്മതപത്രം ഒപ്പിട്ടു വാങ്ങുകയും ചെയ്തു. എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയെങ്കിലും ടെൻഷൻ മാറിയില്ല. ഇതിന്റെ പേരിൽ വല്ല നിയമപ്രശ്നവും വരുമോ എന്നായിരുന്നു യാസറിന്റെ ഭയം. എന്നാൽ 3 ദിവസത്തിനകം പണം തിരിച്ചെടുത്തെങ്കിലും പഴയ ബാലൻസ് വീണ്ടും പരിശോധിച്ച് ഉറപ്പുവരുത്തിയതോടെയാണ് ആശ്വാസമായതെന്ന് യാസർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, അബുദാബി. ഡ്യൂട്ടി ഫ്രീ ഇന്ത്യക്കാരന് 8.32 കോടി രൂപ സമ്മാനം. ദുബായ് ഡ്യൂട്ടി ഫ്രീ നറുക്കെടുപ്പിൽ $10 ലക്ഷം, അതായത് 8.32 കോടി രൂപ സമ്മാനം ഇന്ത്യക്കാരന്. ചിമലക്കൊണ്ട കൃഷ്ണയാണ് കോടിപതിയായത്. മറ്റൊരു നറുക്കെടുപ്പിൽ ദുബായിൽ മെഡിക്കൽ ഇൻഡസ്ട്രീസ് കമ്പനി ജനറൽ മാനേജറായ ഇന്ത്യക്കാരൻ ഹെൻറി പോളിനും UAE സ്വദേശി ഇബ്രാഹിം അൽ നുയേമിനും മെഴ്സിഡീസ് ബെൻസ് കാർ ലഭിച്ചു. അജ്മാനിലെ ക്ലീനിംഗ് കമ്പനിയിൽ സെയിൽസ് എക്സിക്യൂട്ടീവ് KS അജാസ് മോന് ബൈക്ക് സമ്മാനമായി ലഭിച്ചു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദുബായ്. ജോലിക്ക് പോയ വീട്ടമ്മയ്ക്ക് കുവൈത്തിൽ ക്രൂരമർദ്ദനം, തൂങ്ങിമരിച്ചതായി അറിയിപ്പ്, പരാതിയുമായി കുടുംബം. കുവൈത്തിൽ കൃത്യമായി ഭക്ഷണമില്ല, വിശപ്പകറ്റാൻ വെള്ളം മാത്രം. തൊഴിലുടമ മർദ്ദിച്ച് താഴെയിടും. കുവൈത്തിൽ ജോലിക്ക് പോയി തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ കാക്കവയൽ ആട്ടക്കര വീട്ടിൽ വിജയന്റെ ഭാര്യ 50 വയസ്സായ അജിത മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ബന്ധുവിനോടും സുഹൃത്തിനോടും പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്. വിഷമിക്കേണ്ടെന്ന് കരുതി ഇക്കാര്യങ്ങൾ വീട്ടിൽ അറിയിച്ചിരുന്നില്ല. കുവൈത്തിലെ സലേബിയയിൽ ജോലി ചെയ്തിരുന്ന വീട്ടിൽ അജിതയെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയതായി 19-നാണ് ബന്ധുക്കൾക്ക് വിവരം കിട്ടിയത്. വീട്ടിലെ സാമ്പത്തിക പ്രയാസം മാറാൻ കഷ്ടപ്പാടുകൾ സഹിക്കാൻ തയ്യാറായി വിദേശത്തേക്ക് പോയ അജിത തൂങ്ങിമരിക്കാൻ സാധ്യതയില്ലെന്ന് കുടുംബം പറയുന്നു. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാരോപിച്ച ഭർത്താവ് വിജയനും മക്കളും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകി. അജിതയുടെ സാധനങ്ങൾ ഇനിയും തിരികെ ലഭിച്ചിട്ടില്ലെന്നും അവർ വ്യക്തമാക്കി. കുവൈത്തിൽ അജിതയ്ക്ക് ക്രൂരപീഡനം ഏൽക്കേണ്ടി വന്നുവെന്ന് മക്കൾ മിഥുഷ പറഞ്ഞു. ഒരു നേരം മാത്രമാണ് ഭക്ഷണം ലഭിച്ചിരുന്നത്. നിരന്തരം മർദ്ദനമേൽക്കേണ്ടി വന്നുവെന്നാണ് വിവരം ലഭിച്ചതെന്നും മിഥുഷ പറഞ്ഞു. 6 മാസം മുൻപാണ് വീട്ടിലെ സാമ്പത്തിക ബാധ്യത തീർക്കാൻ അജിത എറണാകുളത്തെ ഏജൻസി വഴി സുലേബിയയിലേക്ക് വീട്ടുജോലിക്കായി പോയത്. ഏപ്രിലിൽ സ്പോൺസറുമായി ചില പ്രശ്നങ്ങളും തർക്കങ്ങളും ഉണ്ടായതായി ഏജൻസിയിൽ നിന്ന് അറിയിച്ചിരുന്നു. പിന്നീട് ജോലിക്ക് നിന്നിരുന്ന വീട്ടിലെ സ്ത്രീയുടെ മകളുടെ വീട്ടിലേക്ക് അജിതയെ മാറ്റി. രണ്ടാമത്തെ വീട്ടിൽ ഒരു സ്ത്രീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ വെച്ചാണ് അജിതയ്ക്ക് പീഡനമേൽക്കേണ്ടി വന്നത്. ഇക്കാര്യം ഭർത്താവിനോടോ മക്കളോടോ അജിത പറഞ്ഞില്ല.
ബന്ധുവായ സ്ത്രീയോടും സുഹൃത്തിനോടുമാണ് ഇക്കാര്യം പറഞ്ഞത്. അവസാനം ഫോണിൽ വിളിച്ചപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള തയ്യാറെടുപ്പിലാണെന്നാണ് മക്കളോട് പറഞ്ഞത്. പിന്നീട് ഫോണിൽ വിളിക്കുകയോ സന്ദേശങ്ങൾ അയക്കുകയോ ചെയ്തില്ല. ഏജൻസിയെ വിളിച്ചപ്പോൾ ഫോൺ വീട്ടുടമ വാങ്ങിവെച്ചതായും മെയ് 18-ന് മടങ്ങാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തതായും അറിയിച്ചു. എന്നാൽ 19 ആയിട്ടും ഫോണിൽ ലഭിച്ചില്ലെന്നും അവിടെ നിന്ന് മടങ്ങിയിട്ടില്ലെന്നും അറിയാൻ കഴിഞ്ഞു. പിന്നീട് ട്രാവൽസിൽ നിന്ന് മിഥുഷയുടെ ഫോണിലേക്ക് വിളിയെത്തുകയും 17-ന് അജിത മരിച്ചതായും അറിയിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ ഏജൻസിയെ വിളിച്ചെങ്കിലും അവർ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കി. പിന്നീട് വീട്ടിലെ ഷെഡിൽ അജിത തൂങ്ങി മരിച്ചെന്ന് അറിയിക്കുകയായിരുന്നു. 21-ന് മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിച്ചു. ഇതിനുശേഷമാണ് കുടുംബം പരാതിയുമായി രംഗത്തെത്തിയത്. ഭാര്യയെ അപായപ്പെടുത്തിയതായി സംശയിക്കുന്നതായും മരണത്തിന് കാരണക്കാരായവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഭർത്താവ് വിജയൻ നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, കുവൈത്ത്. ആരോഗ്യ മന്ത്രാലയം ഫീസ് ക്രെഡിറ്റ് കാർഡിൽ തവണകളായി അടയ്ക്കാം. ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയത്തിന്റെ ഫീസുകൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് തവണകളായി അടയ്ക്കാം. 1000 ദിർഹത്തിലധികമുള്ള ഫീസുകളാണ് 3 മുതൽ 12 തവണകൾ വരെയായി അടയ്ക്കാനാവുക. ഇതിനായി ഈസി പേയ്മെന്റ് പ്ലാൻ എന്ന പേരിൽ പുതിയ സംവിധാനത്തിന് മന്ത്രാലയം തുടക്കമിട്ടു. അബുദാബി ഇസ്ലാമിക് ബാങ്ക്, അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക്, ദുബായ് ഇസ്ലാമിക് ബാങ്ക്, കൊമേഴ്ഷ്യൽ ബാങ്ക് ഓഫ് ദുബായ്, എമിറേറ്റ്സ് ഇസ്ലാമിക് ബാങ്ക്, എമിറേറ്റ്സ് NBD, അജ്മാൻ ബാങ്ക്, ഷാർജ ഇസ്ലാമിക് ബാങ്ക് എന്നീ ബാങ്കുകളാണ് പദ്ധതിയിൽ സഹകരിക്കുന്നത്. മന്ത്രാലയത്തിന്റെ ഫീസ് അടച്ച ശേഷം ബാങ്കുകളിൽ നേരിട്ട് വിളിച്ച് തവണകളാക്കാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദുബായ്. സൗദി അറേബ്യയിൽ ഈ വർഷം വേനൽ കടുത്തേക്കും. ജൂൺ 1-ന് ആരംഭിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. സൗദിയിൽ ഈ വർഷത്തെ വേനൽക്കാലം ജൂൺ 1-ന് ആരംഭിക്കുമെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. വേനൽ ഇത്തവണ കടുത്തേക്കുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം വക്താവ് ഹുസൈൻ അൽ ഖത്താനി ചൂണ്ടിക്കാട്ടി. വേനൽക്കാലത്ത് സാധാരണ ലഭിക്കാറുള്ള മഴ പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. വേനൽക്കാലത്ത് പ്രകടമാകുന്ന കാലാവസ്ഥാ മാറ്റങ്ങൾ കൃത്യമായി നിരീക്ഷിക്കാനും സമയാസമയങ്ങളിൽ അവ വ്യക്തമാക്കാനും ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയും നൂതന ഉപകരണങ്ങളും ദേശീയ കാലാവസ്ഥാ കേന്ദ്രം ഉപയോഗപ്പെടുത്തുന്നതായി കേന്ദ്ര വക്താവ് ചൂണ്ടിക്കാട്ടി. കാലാവസ്ഥാ റഡാറുകൾ, ഉപഗ്രഹ സംവിധാനങ്ങൾ, ആധുനിക രീതിയിലുള്ള കാലാവസ്ഥാ നിരീക്ഷണ സംവിധാനങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ രാജ്യങ്ങളിലെ വാനനിരീക്ഷണ കേന്ദ്രങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളെയും ആധുനിക കാലാവസ്ഥാ നടപടികളെയും സൗദി ദേശീയ കാലാവസ്ഥാ കേന്ദ്രവും അവലംബിക്കുന്നതായി കേന്ദ്ര വക്താവ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, സൗദി. ഹജ്ജ് തീർത്ഥാടകർക്ക് മക്ക മദീന ഹറമൈൻ തീവണ്ടിയിൽ 16 ലക്ഷത്തിലേറെ സീറ്റുകൾ. ഹജ്ജ് തീർത്ഥാടകർക്കായി മക്ക മദീന ഹറമൈൻ തീവണ്ടിയിൽ 16 ലക്ഷത്തിലേറെ സീറ്റുകൾ ഉണ്ടാകുമെന്ന് സൗദി അറേബ്യൻ റെയിൽവേ അധികൃതർ അറിയിച്ചു. തീവണ്ടിയുടെ പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കുകയും സർവീസുകളുടെ എണ്ണം 3800 ഉയർത്തുകയും ചെയ്യും. ഹാജിമാരുടെ യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഏകദേശം 1 ലക്ഷം സീറ്റുകളാണ് വർദ്ധിപ്പിച്ചത്. തീർത്ഥാടന കാലത്തെ തിരക്ക് കണക്കിലെടുത്ത് തീവണ്ടികളുടെ എണ്ണം 126 ഉയർത്തിയിരുന്നു. മക്ക, അൽ മുഖറമ, ജിദ്ദയിലെ കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളം, കിങ് അബ്ദുള്ള ഇക്കണോമിക് സിറ്റി, മദീന എന്നീ 5 സ്റ്റേഷനുകളിലും ഹാജിമാർക്ക് നൽകുന്ന സേവനങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ദുൽഹിജ്ജ 19 വരെയുള്ള തിരക്കേറിയ ദിവസങ്ങളിൽ 3800 സർവീസുകൾ നടത്തും. ലോകത്തെ വേഗതയേറിയതും പരിസ്ഥിതി സൗഹൃദവുമായ തീവണ്ടികളിൽ ഉൾപ്പെടുന്നതാണ് ഹറമൈൻ അതിവേഗ തീവണ്ടി. മണിക്കൂറിൽ 300 കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കുക. ഇത്തവണ ആദ്യമായി ഇന്ത്യൻ ഹാജിമാർ മക്കയിലേക്ക് ഹറമൈൻ തീവണ്ടിയിൽ യാത്ര ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ജിദ്ദ. നിക്ഷേപ തട്ടിപ്പ്. ഇന്ത്യൻ ഡോക്ടർമാർക്ക് നഷ്ടമായത് 3 കോടിയിലേറെ രൂപ. അബുദാബിയിൽ നിക്ഷേപ തട്ടിപ്പിൽ കുടുങ്ങിയ ഇന്ത്യൻ ഡോക്ടർമാർക്ക് നഷ്ടപ്പെട്ടത് 3 കോടിയിലേറെ രൂപ. മലയാളികളുടെ ഉടമസ്ഥതയിലുള്ള അബുദാബിയിലെ പ്രമുഖ ആശുപത്രിയിലെ 6 ഡോക്ടർമാരടക്കം 9 പേരാണ് വഞ്ചിക്കപ്പെട്ടത്. പണം നഷ്ടപ്പെട്ടിട്ടും വിവരം പുറത്തു പറയാൻ മടിക്കുന്നവർ ഒട്ടേറെയുണ്ട്. അതുകൂടി കണക്കിലെടുത്താൽ നഷ്ടം കോടിക്കണക്കിന് രൂപയാകും. നിക്ഷേപകരുടെ പണം ഇരട്ടിയാക്കാമെന്ന് വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പിന്റെ തുടക്കം. ഗുജറാത്തിൽ നിന്നുള്ള ഡോക്ടറെയാണ് തട്ടിപ്പ് കമ്പനി ആദ്യം വലയിലാക്കിയത്. നിക്ഷേപ തുകയ്ക്ക് 15% വാർഷിക പലിശയും ലാഭവിഹിതവും വാഗ്ദാനം ചെയ്തു. വേറെ എവിടെ നിക്ഷേപിച്ചാലും ഇത്രയും തുക പലിശ ലഭിക്കില്ലെന്ന് കരുതി ഡോക്ടർ ആദ്യം $30,000 നിക്ഷേപിച്ചു. 3 മാസത്തെ ഇടവേളകളിൽ ലാഭവിഹിതവും പലിശയും തിരിച്ചു നൽകി കമ്പനി ഡോക്ടറെ വിശ്വാസത്തിലെടുത്തു. കമ്പനിയുടെ പേരിലുള്ള ചെക്ക് കൃത്യമായ ഇടവേളകളിൽ ബാങ്കിലെത്തി മാറി ആനുകൂല്യം സ്വന്തമാക്കാമെന്ന ഉറപ്പ് ഡോക്ടർക്കും ബോധിച്ചു.
2 വർഷത്തോളം കൃത്യമായ ഇടവേളകളിൽ പണം തിരിച്ചു നൽകി കമ്പനി ഈ ഡോക്ടറുടെ വിശ്വാസം നേടി. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, അബുദാബി. ഹജ്ജ് UAE-യിൽ നിന്നുള്ള ആദ്യ തീർത്ഥാടക സംഘമെത്തി. ഈ വർഷത്തെ ഹജ്ജിന് UAE-യിൽ നിന്നുള്ള ആദ്യ തീർത്ഥാടക സംഘം സൗദിയിലെത്തി. സംഘത്തെ അൽബത്ത പാസ്പോർട്ട് ഓഫീസിൽ അധികൃതർ സ്വീകരിച്ചു. നൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ച തീർത്ഥാടകരുടെ നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ട് അറിയിച്ചു. അതിനായി വിദഗ്ധരായ കൂടുതൽ ഉദ്യോഗസ്ഥരെ എൻട്രി പോയിന്റുകളിൽ നിർമ്മിച്ചതായും അധികൃതർ പറഞ്ഞു. ഈ വർഷത്തെ ഹജ്ജിനായി ഇക്കഴിഞ്ഞ ഞായറാഴ്ച വരെ 5,32,958 തീർത്ഥാടകർ സൗദിയിലെത്തിയതായും ജനറൽ ഡയറക്ടറേറ്റ് റിപ്പോർട്ട് ചെയ്തു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ജിദ്ദ. UAE-യിലെ ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.